ഞാൻ ബഷീറിന്റെ ഭക്ഷണക്രമത്തെക്കുറിച്ച് സീതി ഹാജി മാത്രമല്ല CH ലീഗുകാർക്ക് ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് സഹനശക്തി മാത്രം പോരാ, ദഹനശക്തി കൂടി വേണം. മറുപടി ഉണ്ടോ? ദഹനശക്തി കൂടി വേണം. മീറ്റിംഗ് ആൻഡ് ഈറ്റിംഗ്. ലീഗ് യോഗങ്ങൾക്ക് ശേഷം ബിരിയാണി പൊട്ടിക്കാനുള്ള സമയം, ദം പൊട്ടിക്കാനുള്ള സമയം, എന്തായാലും അതിന് മുമ്പ് തീരുമാനം വരും. അതൊരു തമാശയായോ അല്ലെങ്കിൽ സീരിയസ് ആയോ ഒക്കെ പറയാറുണ്ട്. അത് ശരിയാണോ? ലീഗ് യോഗങ്ങൾക്ക് ശേഷം നല്ല ബിരിയാണി അങ്ങനെയുണ്ടോ പാണക്കാട്ട്? അത് ഭക്ഷണം കൊടുക്കൽ നല്ലൊരു ആതിഥ്യ മര്യാദയാണ്. വരുന്ന ആൾക്കാർ മീറ്റിംഗ് കഴിഞ്ഞു. മറ്റേ രാവിലെ ചില പാർട്ടി മീറ്റിംഗ് രാവിലെ 10 മണി മുതൽ 1 മണി വരെ, 3 മണി മുതൽ 4 മണി വരെ, പിറ്റേന്ന് 3 ദിവസം 72 മണിക്കൂർ. നമുക്ക് 2 മണിക്കൂർ. കോൺഗ്രസിന് ഞങ്ങൾ പക്ഷേ ചായയും ബിസ്ക്കറ്റും ഉണ്ടാവും. ഞങ്ങൾ 2 മണിക്കൂർ കൊണ്ട് കണ്ട് നല്ല കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഒറ്റയ്ക്ക് തീരുമാനമായി നല്ലൊരു ഭക്ഷണം കൊടുത്ത് റാഹത്തായിട്ട് പിരിയാം. ദം പൊട്ടിക്കുമ്പോഴേക്കും തീരുമാനം വരും. അല്ല, അങ്ങനെയാണല്ലോ, അവിടെയാണല്ലോ ഒരു ലീഡർഷിപ്പിന്റെ കപ്പാസിറ്റി. അത് ലീഡർഷിപ്പിന്റെ കപ്പാസിറ്റി കൂടിയാണ്. ഭക്ഷണം കൊടുക്കുക, ആദിത്യ മര്യാദ വളരെ വളരെ പ്രധാനമാണ്. ഓരോരുത്തരായി അബ്ദുൽ ഗഫൂറിലേക്ക് കൂടി പോകണം. ഇതിലെ ജെൻസി കിഡാണെന്ന് പറയുന്നുണ്ട്. ഫുഡിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാ? പുതിയ ജനറേഷൻ ഫുഡാണ്. ജെൻസി സ്പേസ് ഇദ്ദേഹം അപഹരിച്ചു. ഇന്നലെ ജനീഷ് മന്ത്രിയായി വരുന്നു എന്ന് അറിഞ്ഞപ്പോ തന്നെ നമ്മൾ അപ്പൊ തന്നെ അതിനുള്ള പണി ഒരുക്കി. അപ്പൊ അതുകൊണ്ട് ജെൻസിയില് നിങ്ങൾ ജനീഷിനെ മാത്രം പെടുത്തണ്ട. ഞാൻ ഇന്നലെ ചർച്ചയിലേക്ക് ഇദ്ദേഹം കടന്നു വന്ന സമയത്ത് വേഷം കണ്ടപ്പോൾ ഞാൻ വിഷ്ണുവിന്റെ അടുത്ത് പറഞ്ഞു, വിഷ്ണുചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇതെന്താ അക്രമമാണെന്ന്. ഒരു മര്യാദയില്ല ഒരാള്. അല്ല റോജി, ഒരു കാര്യം കൂടി ചേർക്കണമെന്നുണ്ട്. ജനീഷിന്റെ കാര്യത്തിൽ അമ്മ വല്ലാതെ സ്നേഹിച്ച് വളർത്തിയ മകനാണ്. അമ്മയുടെ ഭക്ഷണമാണ് ഏറ്റവും പ്രിയങ്കരമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ? എനിക്ക് തോന്നുന്നു ഞാനൊരു ഇച്ചിരി ഒന്ന് പ്രായത്തിന് ശേഷം ഏറ്റവും കുറച്ച് കഴിച്ചിട്ടുള്ളത് വീട്ടിൽ നിന്നായിരിക്കും. ഏറ്റവും കുറവ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും വീട്ടിൽ നിന്നായിരിക്കും. വേറെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊന്നും ഞാൻ അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കഴിക്കാൻ കഴിയുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷം. എവിടെയെങ്കിലുമൊക്കെ പോയാലും പുറത്തെവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും വീട്ടിലെത്തി കഴിക്കുകയാണെങ്കിൽ അത് ഹാപ്പി. കഴിക്കുമോ? ഇല്ല, രാവിലെ നോൺ കഴിക്കില്ല. രാത്രി എത്ര വൈകിയാലും വീട്ടിൽ പിന്നെ ഒരു ഭക്ഷണം കണക്കാക്കുമല്ലോ. അപ്പം ഞാൻ ചിലപ്പോൾ കഴിച്ചിട്ടാണെങ്കിൽ കൂടി വരണമെങ്കിൽ അതിനകത്ത് കുറച്ചെടുത്തെങ്കിലും ചോറ് കഴിക്കും. ഒരു 10 മണിക്ക് തന്നാലും 12 മണിക്ക് തന്നാലും ഇനി അതും കഴിഞ്ഞ് തന്നാലും ഉണ്ടെങ്കിൽ വീട്ടിൽ എത്ര പാതിരാക്കി വീട്ടിലെത്തിയാലും എത്ര പുലർച്ചെ വീട്ടിൽ നിന്ന് പോന്നാലും അമ്മയുടെ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും ഇറങ്ങുക. അതാണ് രീതി, ശീലം. ആ നാടിന്റെയും പൊതുശീലം എങ്ങനെയാന്ന് തോന്നുന്നു. അവിടെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ പുറത്ത് പോയി ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലമില്ല. പിന്നെ ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ പിന്നെ എല്ലാവരും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളുകളൊക്കെ തന്നെയാണ്. നമ്മളിങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ദൂരയാത്രകളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം പുറത്തുനിന്ന് ആകുന്നതാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് വീട്ടിൽ നല്ല കഴിക്കാറ്, എല്ലാം പുറത്തുനിന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് ഉണ്ടായതിനു ശേഷം തന്നെ ഞാൻ വീട്ടിൽ നിന്ന് വളരെ കുറച്ചേ കഴിച്ചിട്ടുണ്ടാവുള്ളൂ. ഈ വയനാട്ടിലേക്ക് മാറിയതിനു ശേഷം കുറച്ചുകൂടെ ഭക്ഷണത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ അവിടെ? കാരണം MLA എന്ന തിരക്കിൽ നേരത്തെ MD പറയുന്നത് MLA അതിന് ശേഷമാണ് കൂടുതൽ യാത്രയൊക്കെ ചെയ്യുമ്പോൾ പലയിടത്തും ഭക്ഷണം കഴിക്കേണ്ടോ അല്ലെങ്കിൽ ചായ കുടിക്കേണ്ട സാര്യം. വയനാട്ടിലേക്ക് മാറിയതിനു ശേഷമുള്ള സാര്യം വ്യത്യാസം ഉണ്ടോ? ഞാൻ MLA അനുഭവിക്കുന്നൊരു പ്രശ്നം പറയാം. ജനപ്രതിനിധികൾ എല്ലാവർക്കും ബാധകമാണ്. നമ്മളെ ഉദ്ഘാടനത്തിന് വിളിക്കും. ആ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ മുഴുവൻ ഒന്നുകിൽ പായസം, അല്ലെങ്കിൽ ലഡു, അല്ലെങ്കിൽ ജിലേബി, അല്ലെങ്കിൽ നല്ല ചായ, നല്ല കട്ടി നല്ല മധുരത്തിൽ ചായ ഇത് കിട്ടും. വീടുകളിൽ പോയാൽ അവർ നമ്മളെ നന്നായി സ്നേഹിക്കും, സ്വാഭാവികമാണ്. അവിടെ നിന്നും ചായ കുടിച്ചില്ലേ പ്രശ്നമാണ്. അപ്പം ഞാനിപ്പം കുറച്ചായിട്ട് ഞാൻ ചായയിലെ മധുരം യൂസ് ചെയ്യാറില്ല. എനിക്ക് ഷുഗറില്ല, BP ഇല്ല, മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ചൂടുവെള്ളം കുറച്ച് കുടിക്കും. വലിയ വലിയ ശ്രദ്ധയിലേക്ക് വന്ന, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബുദ്ധിമുട്ടായി പോകും. ഇതുപോലെ ജനങ്ങൾക്ക് സന്തോഷകരമായ രീതിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരവസ്ഥ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഒരുപാട് ജനങ്ങൾ ഇപ്പോൾ റോട്ടിൽ കൂടി തന്നെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആരുടെ മുഖത്തും ഒരു സന്തോഷമില്ല. കാരണം ലോട്ടറി വിൽക്കുന്ന ഒരുപാട് ആൾക്കാർ റോട്ടിൽ കൂടെ നടക്കുന്നുണ്ട്, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ. ഇതുപോലെ ഓരോ കടകൾക്കൊക്കെ ഇപ്പോൾ കച്ചവടം കുറവാണ്. ഓൺലൈൻ ബിസിനസ് ആരംഭിച്ചവരോട് ഈ കടക്കാർ മിക്കവാറും ബിസിനസ്സില്ല, അവരൊക്കെ ഈ വാടക കൊടുത്തൊക്കെ ഇരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളാണ്. അതിൻ്റെ ഇടയിൽ ഈ ഗവൺമെൻറ് കടം വരുമ്പോൾ എല്ലാത്തിനും ടാക്സ് കൂട്ടുന്നു, ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളൊക്കെ ഡൽഹി ഭരിക്കുമ്പോൾ, ഡൽഹിയിൽ അവർ ഭരണത്തിൽ കയറുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജനങ്ങളവിടെ അനുഭവിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇലക്ട്രിസിറ്റിയൊക്കെ അപാരമായിട്ട് കൂടിയിട്ട്, അതുപോലെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു, വളരെ കൺട്രോൾ ചെയ്തു. ആളുകൾക്ക് ഒരു 20,000 ലിറ്റർ വെള്ളമൊക്കെ ഫ്രീ ആണ് അവിടെ കൊടുത്തത്. പിന്നെ അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ ബില്ല് ഒരുപാട് താന്നു. അതുപോലെ ധാരാളം ക്ലിനിക്കുകൾ ഫ്രീ ആയിട്ട് അവർക്ക് കാലത്ത് ചെന്ന് കഴിഞ്ഞാൽ, നമ്മൾ എവിടെ ചെന്നാലും
നമുക്ക് അതിരാവിലെയൊക്കെ പോയി ചെക്കപ്പ് ചെയ്യാനുള്ള ഒരു രീതി, എപ്പോൾ ചെന്നാലും ചെക്കപ്പ് ചെയ്യാം ഫ്രീ ആയിട്ട്. സ്കൂളുകളൊക്കെ ഡെവലപ്പാക്കി, മാർക്കറ്റുകൾ ഇതെല്ലാം ഡെവലപ്പാക്കി. അപ്പോൾ അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ഭരണം ഇവിടെ കാഴ്ചവെക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഭക്ഷണമൊക്കെ നിങ്ങൾ കഴിച്ചോളൂ, അതൊക്കെ സന്തോഷമുള്ളൂ. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വേണം എല്ലാം ചെയ്യാനായിട്ട്. കാരണം ഇപ്പോൾ തന്നെ അറിയാമല്ലോ, ജനങ്ങളുടെ ഒരു തീരുമാനപ്രകാരമാണ് മുഖ്യമന്ത്രിനെ വരെയും തിരഞ്ഞെടുക്കേണ്ടി വന്നു. ജനങ്ങളുടെ ആവശ്യപ്രകാരം പല ആളുകൾക്കും ഈ മുഖ്യമന്ത്രിക്ക് എതിരെ വന്നു എന്നുള്ള ധാരണയിൽ പല MLA വരെയും വലിയ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട MLA വരെയും ആളുകൾ തിരിഞ്ഞു. അപ്പോൾ ജനങ്ങളുടെ ആ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഭരണം, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പറഞ്ഞാൽ അവർക്ക് ആനുകൂല്യങ്ങളോട് കൂടി, ഒരുപാട് ആനുകൂല്യങ്ങളൊന്നും വേണ്ട. ഇപ്പോൾ ഈ ബസ്സിന് അതുപോലെ ഈ കുറേ ഒരു ഗ്യാരണ്ടി ഉണ്ടല്ലോ, അതൊന്നും ആവശ്യമൊന്നുമില്ല. പക്ഷെ അല്ലാതെ ജനങ്ങൾക്ക് ടാക്സ് ഇല്ലാതെ ഇപ്പോൾ ഇത് കൂട്ടി, ക്ഷേമ പെൻഷൻ കൂട്ടി, സന്തോഷം, അത് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇനി നന്നായിട്ട് ഓരോ വകുപ്പുകളും കൈകാര്യം ചെയ്യണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ പിണറായി സർക്കാരിന് പറ്റിയ പോലെ തന്നെ നിങ്ങളെയും ജനങ്ങൾ മാറ്റി നിർത്തും. ഇപ്പോൾ കിട്ടിയ ഒരു അവസ്ഥയിൽ പല ആളുകളും എനിക്ക് അത് വേണം ഇത് വേണമെന്നൊക്കെ ഉള്ള രീതിയിൽ തർക്കങ്ങളുണ്ടായല്ലോ, അതൊക്കെ ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇനി എത്ര വലിയ മന്ത്രിയായാലും കുറച്ച് നാളായുമ്പോൾ നമ്മൾ ഈ ഭൂലോകത്തില്ല, ആ സത്യം മനസ്സിലാക്കൂ. അപ്പോൾ ഇതിലൊന്നും കാര്യമില്ല. ഇപ്പോൾ കുറേ ആളുകൾ നമ്മൾ അംഗീകരിക്കും, അല്ലെങ്കിൽ നമ്മളെ ബഹുമാനിക്കും, അതൊക്കെ ചെയ്യും. പക്ഷേ ഇതൊക്കെ ഒരുപാട് നാളെയുമ്പോൾ നമ്മളെ നഷ്ടപ്പെടും. അപ്പോൾ ഉള്ള കാലത്തോളം ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള സേവനം നടത്താൻ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. അത് മറന്നു പോകരുത്. അത് മറന്നാൽ ജനങ്ങൾ ചെവിക്ക് പിടിച്ച് പുറത്താക്കും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക. ഇപ്പോൾ തന്നെ ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡംബരത്വം കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തു. അപ്പം നമ്മൾ ശരിക്കും ജനങ്ങളുടെ പൈസയാണിത്, നമ്മൾ കഴിയുന്നതെല്ലാം ജനങ്ങളുടെ ടാക്സ് കൊണ്ടാണെന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ ജനങ്ങൾ എടുത്തെറിയും.